മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പാർട്ടിക്ക് ഒക്കെ വളരെ നിർണായകമായ ദിവസമാണ് ഇന്ന്. കരിമണൽ കമ്പനിയുമായി നടത്തിയ ഇടപാട് കേസിൽ വീണ വിജയന്റെ ഹർജി ഇന്നിപ്പോൾ കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. SFIO അന്വേഷണം റദ്ദാക്കണമെന്നാണ് എക്സാലോജിക്കിന്റെ ഹർജിയിലെ ആവശ്യം. ഇതിലാണ് ഇന്നിപ്പോൾ വിധി പറയാനായി പോകുന്നത്. KB ശ്രീധരൻ ഉണ്ട് നമുക്കൊപ്പം. ശ്രീധരൻ, നമ്മുടെ ഈ ഹർജി, എക്സാലോജിക്കിന്റെ ഹർജി എന്ന് പറയുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ മകൾക്ക് വളരെ നിർണായകമാണ്, പാർട്ടിക്ക് നിർണായകമാണ്, സർക്കാരിന് നിർണായകമാണ്. തിങ്കളാഴ്ച 1.5 മണിക്കൂറിലേറെ വാദം കേട്ടൊരു ഹർജിയാണ് ഇന്നിപ്പോൾ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചത്. ഒപ്പം തന്നെ എക്സാലോജിക്കിനോട് രേഖകളൊക്കെ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ എപ്പോഴായിരിക്കും ഈ ഒരു ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് വരിക? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സേതുലക്ഷ്മി, രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ ഇന്നെല്ലാം കർണാടക ഹൈക്കോടതിയിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നൽകിയ എക്സാലോജിക്കിന് വേണ്ടി നൽകിയ ഹർജിയിൽ ഇന്ന് കർണാടക ഹൈക്കോടതി ജഡ്ജി M നാഗപ്രസന്ന ഇന്ന് വിധി പറയും. SFIO അന്വേഷണം റദ്ദാക്കണം എന്നുള്ളതാണ് ഈ ഹർജിയിലെ ആവശ്യം. അതായത് ROC, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം ചട്ടം 210 അനുസരിച്ച് നടക്കുമ്പോൾ മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നത് ചട്ടലംഘനമാണ് എന്നുള്ളതായിരുന്നു ഈ എക്സാലോജിക്കിന്റെ വാദം. ഏതായാലും 1.5 മണിക്കൂറോളം ഇതുമായി ബന്ധപ്പെട്ട വാദം ഹൈക്കോടതിയിൽ നടന്നു. SFIO ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടി പറഞ്ഞത് ഈ SFIO എന്നുള്ളത് ഒരു അധികം പരിമിതികളില്ലാത്ത ഏജൻസിയാണ്. അവർക്ക് കേസുകൾ അന്വേഷിക്കുന്നതിന് കുറച്ചുകൂടി അധികാരങ്ങൾ ഉണ്ട്. അതിനാൽ തന്നെ SFIO അന്വേഷണം വരുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ 135 കോടി രൂപ CMRL വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കായി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം അന്വേഷിക്കുന്നതിന് SFIOക്ക് പരിധികളില്ല. അതിനാൽ തന്നെ അവർ അന്വേഷിക്കണം എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ പല രേഖകൾ ആവശ്യപ്പെട്ടിട്ടും എക്സാലോജിക്ക് ഹാജരാക്കിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി കോടതിയിൽ SFIO പറഞ്ഞിരുന്നു. ഏതായാലും ആ രേഖകളെല്ലാം തന്നെ കൈമാറാൻ കോടതി കർശന നിർദ്ദേശവും നൽകി. ഈ